ഉത്തർപ്രദേശിലെ സംഭലിൽ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയ അഭിഭാഷക സർവേ നടന്ന ചന്ദൌസി ലോക്സഭ സന്ദർശിക്കാനൊരുങ്ങി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംഘത്തെയും തടയാൻ വൻ പോലീസ് സംഘമാണ് നീലിയുറപ്പിച്ചിരിക്കുന്നത്. ഗാസിയാബാദ് DNA ഫ്ലൈ ഓവറിൽ സംഘർഷാവസ്ഥ. സമഗ്ര കവറേജുമായി ന്യൂസ് മലയാളം ടീം ഡൽഹി UP അതിർത്തിയിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത്ത്, എന്താണ് നിലവിലത്തെ അവിടുത്തെ ഒരു സാഹചര്യം? എപ്പോഴാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അടക്കമുള്ള MPയും അടക്കമുള്ള സംഘം അവിടേക്ക് എത്തിച്ചേരുക? എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഇവരെ തടയാനായി അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്? സംഗീത, ഇവിടെ കടുത്ത ഒരു സംഘർഷാവസ്ഥയാണ്. എന്ന് വെച്ചാൽ 1000-ഓളം പോലീസുകാർ, അതേപോലെ തന്നെ ഉത്തർപ്രദേശ് പോലീസിൻ്റെ PAC സംഘം, അതേപോലെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, 2 SP-മാർ തുടങ്ങിയ വൻ പോലീസ് സന്നാഹമാണ് ഇവിടെയുള്ളത്. അതേപോലെ തന്നെ പ്രവർത്തകരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഈ പ്രദേശത്ത് കടന്നു വരാൻ പറ്റാത്ത രീതിയിലുള്ള പോലീസ് ബന്ദോബസ്താണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കാരണം വൻ പോലീസ് സംഘം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രധാനപ്പെട്ടത് ഇതിലെ PAC, അതായത് വളരെ കുപ്രസിദ്ധമായ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ആംഡ് പോലീസായ PAC ആണ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. ഏതൊരുവിധ പ്രകോപനത്തിനെയും സംബന്ധിച്ചോളം തടയാനുള്ള അതീവമായ കരുതലിലൂടെയാണ് ഉത്തർപ്രദേശ് പോലീസ് സംഘം എത്തി. അതേപോലെ മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകരും തടിച്ചുകൂടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പിന്നെ പ്രിയങ്ക ഗാന്ധിയും അടക്കം UPയിലെ 5 MPമാരും അടക്കമുള്ള പ്രതിനിധി സംഘമാണ് ഈ UP അതിർത്തിയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയെ ഒരു കാരണവശാലും UP ഈ വഴി കടത്തിവിടില്ല എന്ന ഒരു നിശ്ചയദാർഢ്യത്തിലാണ് UP ഭരണകൂടം. അതേപോലെ ഇവിടെ ജില്ലാ മജിസ്ട്രേറ്റ് ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 163 പ്രകാരം ഈ ബോർഡർ കടക്കുന്ന ഏതൊരു രാഷ്ട്രീയക്കാരനെയും അറസ്റ്റ് ചെയ്യുമെന്നൊരു മുന്നറിയിപ്പ് മൈക്കിലൂടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസ് പ്രവർത്തകരെ ഡൽഹി ഭാഗത്താണ് ഇരിക്കുന്നത്. ഡൽഹി അതിർത്തിയോട് ചേർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്നത്. UP ഭാഗത്തേക്ക് ഇതുവരെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നമുക്ക് എൻ്റെ പിറകുവശവും മുൻവശവും കാണാം. അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹി ഭാഗമാണ്. ഡൽഹി ഭാഗത്ത് കോൺഗ്രസ് പതാകകൾ കാണാം. ആ ഭാഗത്ത് ഡൽഹി പോലീസ് ഇവിടെ ഇല്ല. അതേസമയം അതിന് ശേഷം ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലീസുകാർ ഇപ്പോൾ ജനങ്ങളെ നീക്കുന്നുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഫയർഫോഴ്സ് ഉണ്ട്, അതേപോലെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട്, ജലപീരങ്കിയുണ്ട്. ഒരു വലിയൊരു പ്രക്ഷോഭത്തെ തടയാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമാണ് സംഗീത ഇവിടെയുള്ളത്. കാരണം ബുള്ളറ്റ് പ്രൂഫ് അടക്കമുള്ള പോലീസുകാരാണ് എത്തിയിരിക്കുന്നത്. കാരണം ഏത് തരത്തിലുള്ള ഒരു സംഘർഷമുണ്ടായാലും അതിനെ നേരിടുമെന്ന് തന്നെയുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ ലഭിക്കുന്നത്. ഏതായാലും ഈ DNA ഫ്ലൈ ഓവർ പൂർണ്ണമായി ട്രാഫിക് ജാമാണ്. നിരവധി ബാരിക്കേഡർ വെച്ചുകൊണ്ട് ട്രാഫിക് ജാം ചെയ്തിരിക്കുകയാണ്. എല്ലാവരെയും പരിശോധിച്ച് മാത്രമാണ് കടത്തിവിടുന്നുള്ളൂ UP പോലീസ്. ഏതായാലും ഇത്രയും വലിയ ഒരു സംവിധാനം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയാം. കാരണം രാഹുൽ ഗാന്ധിയും സംഘത്തെയും ഒരു കാരണവശാലും ഉത്തർപ്രദേശ് ഇവിടുന്ന് 180 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് സംഭാലിലേക്ക്. മീററ്റ് ഹാപ്പൂർ കഴിഞ്ഞ ശേഷമാണ് സംഭാൽ. പക്ഷേ അതുപോലെ ഡൽഹി അതിർത്തിയിൽ തന്നെ തടയുമെന്നാണ് ഇപ്പോൾ ഡൽഹിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉത്തർപ്രദേശ് പോലീസുമായി വാക്തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഏതായാലും ഡൽഹി അതിർത്തിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുള്ളത്. അവരത് ഭേദിച്ചിട്ട് UP അതിർത്തിയിലേക്ക് കടന്നിട്ടില്ല. ഡൽഹി പോലീസാവട്ടെ ഈ പ്രദേശത്ത് ഇല്ലതാനും. UP പോലീസിൻ്റെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ഈ അതിർത്തി. സംഗീത, ശരത്ത്, ഏത് നിമിഷം വേണമെങ്കിലും വലിയ രീതിയിലുള്ളൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാനുള്ളൊരു സാഹചര്യമാണ് അവിടെ കാണാനാവുന്നത്. ഈ ഒരു സാഹചര്യത്തിലേക്ക് രാഹുൽ ഗാന്ധി അടക്കമുള്ള സംഘം എത്തുമ്പോൾ കാര്യങ്ങൾ എത്തരത്തിലേക്ക് മറിയാനാണ് സാധ്യത? ഇതിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നിലപാട് തുടർന്ന് മുന്നോട്ടേക്ക് പോകാൻ ഉറച്ച മനസ്സുമായി തന്നെയാണോ രാഹുൽ അങ്ങോട്ടേക്ക് എത്തുന്നത്? സംഗീത, ഇക്കാര്യത്തിൽ വളരെ ഒരു സംശയമുണ്ട്. കാരണം അതിഭീകരമായ സംഘർഷത്തിനൊരു സാധ്യതയുണ്ട്. രാഹുൽ ഇവിടെ കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ബലപ്രയോഗം നടക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നിയന്ത്രണത്തിന് അതീതമായി പോകും. കാരണം ഇതൊരു ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ്. സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയും ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നു, അത്രയും പോലീസ് കൂട്ടങ്ങൾ. അതിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹം കടന്നു വരുന്നത്. രാഹുൽ, പ്രിയങ്ക, ഉത്തർപ്രദേശിലുള്ള 5 MPമാർ, അതുപോലെ AICC ജനറൽ സെക്രട്ടറി ചുമതലയുള്ള പവൻ ഖേര,
തുടങ്ങിയവരും കടന്നു വരുന്നു. സ്വാഭാവികമായിട്ടും സംഘർഷഭരിതമാണ് ഇപ്പോൾ തന്നെ. ആ തരത്തിലേക്കാണ് രാഹുൽ ഗാന്ധി കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി അറസ്റ്റ് വരിക്കുമോ അല്ലെങ്കിൽ തിരിച്ചു പോകുമോ എന്നതാണ് നമുക്കറിയേണ്ടത്. രാഹുൽ ഗാന്ധി അറസ്റ്റ് വരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ, അതായത് ജില്ലാ ജയിലായി മാറ്റിയിരുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് 12 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗസ്റ്റ് ഹൗസാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ കരുതൽ തടങ്കലിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും പോലീസ് പറയുന്നത് രാഹുൽ ഗാന്ധി ഇതിനപ്പുറം കടന്നാൽ 163 അനുസരിച്ച് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യും. അതിനുള്ള വാറണ്ട് ഓൾറെഡി ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ കയ്യിലുണ്ട്. ജില്ലാ മജിസ്ട്രേറ്റ് ഇവിടെ സ്ഥലത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹത്തെ ഇവിടുന്ന് 12 കിലോമീറ്ററുള്ള മീററ്റ് ഹൈവേയിലുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റിന് വിധേയമാക്കി മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രിയങ്ക, രാഹുൽ ഗാന്ധി, അതേപോലെ 5 എംപിമാർ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും, അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള വാഹനവും എന്താണെങ്കിലും ഗാസിയാബാദ് DNA ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ശരത്ലാലാണ് അവിടെ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.